ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പ കൊണ്ടൊരു സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്, കപ്പവട. അതിനായി ഞാനിതാ ഒരു കപ്പ എടുത്തിട്ടുണ്ട്. അതിനെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കണം നമ്മൾ. അതിനിതാ ഒരു കപ്പയൊക്കെ മതി കേട്ടോ കപ്പവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിൽ നല്ല രുചിയുള്ള സാധനമാണ് ഈ കപ്പവട എന്ന് പറഞ്ഞു വെച്ചാൽ കടയിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ട് ഇനി അതൊന്ന് നമുക്ക് കഴുകിയെടുക്കാം. നന്നായി കഴുകിയെടുത്തിട്ട് ഇനി അടുപ്പത്തിലൊന്ന് വേവാൻ വെക്കാം. ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അതിന് 2 വലിയ ഉള്ളി, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. ഇനി വലിയ ഉള്ളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. നമ്മൾ സാധാ പരിപ്പ് വടയ്ക്കൊക്കെ അരിയണ പോലെ ചെറുതാക്കി വലിയ ഉള്ളി അരിയുക. പച്ചമുളകും അതുപോലെ ചെറുതാക്കി അരിയുക. പച്ചമുളക് 2 3 എണ്ണമൊക്കെ എടുക്കുക കേട്ടോ. ഞാൻ കുട്ടികൾ കഴിക്കാനുള്ളത് കൊണ്ടാണ് 2 പച്ചമുളക് ആക്കിയത്. അതുപോലെ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. വലിയ കഷ്ണങ്ങളാകുമ്പോൾ നമ്മൾ വട തിന്നുമ്പോൾ അതിങ്ങനെ കടിക്കും, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി. അങ്ങനെ നമ്മുടെ പൂളത നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നന്നായി തിളച്ചിട്ട് ഇപ്പോൾ വേവാറായിട്ടുണ്ട്. ഇപ്പോൾ വെന്ത് കഴിഞ്ഞു. ഇനി വെന്തിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി ഈ ചെറിയ ചൂടോടുകൂടി തന്നെ നന്നായിട്ട് നമ്മൾ ഉടച്ചു കൊടുക്കണം കേട്ടോ. കഷ്ണങ്ങളൊന്നും പാടില്ല. നല്ല ഒരു കയ്യിലെടുത്തിട്ട് നന്നായി ഉടച്ചു കൊടുക്കുക. കഷ്ണങ്ങളൊന്നും പാടാണ്ട് നന്നായിട്ട് നൈസ് പോലെയുള്ള രീതിയിൽ ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഉടച്ചിട്ട് ചെറിയ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഉള്ളി ഒക്കെ പാടായിട്ട് അതിൽ മിക്സ് ചെയ്ത് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 കപ്പ് നമ്മൾ അരിപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് നന്നായി ഒരു അല്പം ഉപ്പും ചേർക്കുന്നുണ്ട്. നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടയും കൊണ്ട് ഇതിലേക്ക് കുറച്ചല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. നല്ല വെള്ളം ഇല്ലയെന്ന് തോന്നിച്ചാൽ നമ്മുടെ കൈയൊന്ന് നനച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം അധികമാവാനും പാടില്ല. ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു വയ്ക്കാം. എണ്ണ ചൂടാവുമ്പോഴേക്കും ഇത് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. ഇങ്ങനെ ഓരോന്നായി റൗണ്ട് ചെയ്ത് നടുവിലൊരു കുഴിയൊക്കെ കുഴിച്ചിട്ട് ഇട്ട് കൊടുത്താൽ എല്ലാ ഭാഗത്തു കൂടി എണ്ണയൊക്കെ വന്ന് നന്നായിട്ട് മുരിഞ്ഞ് നമ്മുടെ വട കിട്ടും കേട്ടോ. അതിനാണ് നടുവ് ഒരു കുഴിയൊക്കെ കുഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു 4-5 എണ്ണം ഇതേപോലെ ആക്കിയിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കി വയ്ക്കാം. അങ്ങനെ നമ്മൾ പ്ലേറ്റിലേക്ക് ഓരോന്നോരോന്നാക്കിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ എണ്ണ ചൂടായോ നോക്കാം. ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 4 എണ്ണ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് മറച്ചിട്ട് കൊടുക്കുക. വെന്തിട്ടുണ്ട്. ഇനി നല്ല മുരിയാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അങ്ങനെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റും രുചിയും ഒക്കെ ഉള്ളൊരു സ്നാക്സാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി കാണാം.